എല്ലാവർക്കും ഈ എളിയ മലയാളിയുടെ നമസ്കാരം. ഞാൻ പാലക്കാട് താമസിക്കുന്നത്. ഇവിടെ വന്നിട്ട് ജിം സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് എക്സസൈസ് ചെയ്യാൻ ഷോൾഡറിന് വന്നിട്ട് ഭയങ്കര പെയിന്. സ്ഥിരം എക്സസൈസ് ചെയ്തിട്ട് ചെയ്യാതിരിക്കുമ്പോൾ വരുന്നൊരു വേദനയാണ്. ഈ ഷോൾഡറിൻ്റെ ഇവിടേക്ക് വന്ന് ബൾജ് ചെയ്ത് നിൽക്കുമ്പോൾ അതിനു വേണ്ടി നമ്മൾ നല്ല ബുദ്ധിമുട്ടണം പറഞ്ഞാൽ ജിമ്മ് രാവിലെ ഒരു ടൈമുണ്ട്. ആ ടൈമിന് വന്നിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടെ മസിൽ വരും ഷോൾഡറിന്. ഇത് ഞാൻ പറഞ്ഞതല്ല, എല്ലാവർക്കും അറിയുന്നൊരു നോർമലായ കാര്യമാണ്. അതുകൊണ്ട് അധികം ഉപദേശിക്കുന്നില്ല. നിങ്ങൾ വരും, ഞാൻ കാണിച്ചു തരാം എങ്ങനെ എക്സസൈസ് ചെയ്യേണ്ടത്. ഞാൻ മാസ്റ്റർ ഒന്നുമല്ല, ഞാനൊരു സാധാരണ രീതിയിൽ ജിമ്മിന് പോകുന്ന ഒരാളാണ്. എൻ്റെ എക്സസൈസ് നിങ്ങൾ സ്വീകരിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എക്സസൈസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ചെയ്തു തരും. അത് ഈ ഹൈറ്റും മറ്റേ ആടിയുള്ള ആൾക്കാർക്ക് ജിമ്മിൽ ഇരിക്കുന്നതാണ്. അത് ഞങ്ങൾക്ക് 5.6 ഇഞ്ച് എഴുതും, 8.6 അടി എഴുതും, 66 ഇഞ്ചുണ്ട്. ഇത് കാണിച്ചു തരാൻ എക്സസൈസ് ചെയ്യുന്നത് ഇതാണ് കൈയിരിക്കുന്ന എക്സസൈസ്. ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മസിലിന് വളർച്ച ഉണ്ടാകും. ഇത് നമ്മുടെ കൈയിൻ്റെ മസിലിനും അതുപോലെ ഷോൾഡറിനുള്ള മസിലിന് ഇതൊക്കെ വളരെ നന്നാണ്. ഇത് ഞാൻ പറയുന്നത് കേൾക്കും. ദിവസേന വന്നിട്ട് 6 മണിക്ക് ചെന്നിട്ട് ജിമ്മിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു 3/4 മണിക്കൂർ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷോൾഡറിന് മസിലുണ്ടാക്കാം. ഇത് നമ്മുടെ അധ്വാനിക്കുന്ന ഓരോ തുറയിലുള്ള ആൾക്കാർക്ക് അധ്വാനിക്കുന്നവർക്കൊക്കെ അതിൽ വളരെ നല്ലതാണ്. അവർ ബൈക്കിന് ഷട്ടർ പൊക്കാനല്ല, അവരുടെ എല്ലാവരും നേരെ ഷോപ്പ് തുറക്കുമ്പോൾ ഷട്ടർ പൊക്കാനും നോക്കുക. അവർക്ക് വന്നിട്ട് ഇത് എടുത്തു ചെയ്ത് കഴിയുമ്പോൾ വളരെ എളുപ്പത്തിൽ ഷട്ടർ പൊക്കാനും ഒക്കെ കഴിയും. സ്ഥിരം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ബുദ്ധിമുട്ടുണ്ടാവൂ. ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ സ്ഥിരം എന്ന് പറയുന്നത് നമ്മൾ ഇടപെട് ആഴ്ചയിൽ 4 തവണ ജിമ്മിൽ പോവാം. എന്നും സ്ഥിരമായി പോകുന്ന ആൾക്കാർ ഷോൾഡർ പെയിൻ വരും. ആ പെയിൻ മാറാൻ വേണ്ടി മരുന്നുണ്ടെങ്കിൽ അത് മാസം മേടിച്ച് കഴിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കുക. ജിമ്മിൽ പോകുമ്പോൾ നല്ലവണ്ണം വർക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചെയ്യാൻ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ വർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ നല്ല ബുദ്ധിമുട്ട്, നല്ല സ്ട്രെസ് ഉണ്ട്. എടുക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. അധികം ലോഡ് കൊടുക്കരുത്. നമ്മൾ ആദ്യം ഒരു കട്ടിയിടുക, 2 കട്ടിയിടുക. അതിനുശേഷം മാത്രമാണ് ഇത് എക്സസൈസ് ചെയ്യുക. ആദ്യം കുറച്ച് വെയിറ്റ് എടുക്കുക, അത് കഴിഞ്ഞ് കൂട്ടി കൊണ്ടുവരിക. അതാണ് നിങ്ങളുടെ ദേഹത്തിന് നല്ലത്. ശരി, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ മാസ്റ്റർ ഒന്നല്ല ഇതിലെ ജിമ്മിടുന്നത്. അവരുടെ കൺസെപ്റ്റ് ചെയ്തിട്ട് അവർ പറയുന്നത് നന്നായി ശ്രദ്ധിച്ചിട്ട് മാത്രം വർക്കൗട്ട് ചെയ്യുക ജിമ്മിൽ. ഇല്ലെങ്കിൽ പല അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് ബോഡി പാർട്സ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒക്കെ അഡാൾട്ടായ ആൾക്കാർക്ക് നല്ലതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ചെറിയ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഒരു 10-15 വയസ്സുള്ള കുട്ടികൾ വരെ നമുക്ക് പറഞ്ഞു കൊടുത്താൽ ഒരു കാര്യങ്ങൾ മനസ്സിലാവില്ല. ഒരു +1 ഡിഗ്രി പഠിക്കുന്ന കുട്ടികളാണെന്ന് അവർക്ക് നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് അവർ മനസ്സിലാവും. നമ്മൾ പാർട്സ് നഷ്ടപ്പെട്ടു പറഞ്ഞാണ് അവർ പറയുന്നത്. ശരി, നമസ്കാരം, നിർത്തുകയാണ്. നന്ദി. വീണ്ടും കാണാൻ നമ്മുടെ